മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, മാർത്തോമാ സുവിശേഷ സംഘം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനി, സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനിമാർ, എൻ്റെ സഹോദര മേൽപ്പട്ടക്കാർ, ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മക്കാറിയൂസ് തിരുമേനി, വികാരി ജനറൽ അച്ഛന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠ, സുവിശേഷക, സേവനിമാർ, പൈതങ്ങൾ, യുവാക്കൾ, യുവതികൾ, പ്രിയ വിശ്വാസ സമൂഹം, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. 129ാമത് മാരാമൺ കൺവെൻഷൻ്റെ 3-ാം ദിനത്തിൽ അതിൻ്റെ പ്രഭാത യോഗത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവവചനത്തിനായി ഒരുങ്ങുവാൻ, ദൈവവചന ധ്യാനത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എത്ര വലിയത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് അനുഭവിച്ച് രുചിച്ച് അറിയുവാൻ കഴിഞ്ഞ ആ ദൈവിക സാന്നിധ്യം, ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൽ തുടർന്നും നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ തിരുവചനം അത് നമ്മുടെ ജീവിതത്തിന് ശക്തിയും ബലവും പ്രത്യാശയും നൽകുന്നതാണ്. അപ്രകാരം തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് ബലവും സൗഖ്യവും ശക്തിയും പ്രത്യാശയും ഒക്കെ ലഭ്യമാകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇനിയും വരുന്ന നിമിഷങ്ങളിലൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദൈവവചനം നിങ്ങളോട് ഞാൻ പങ്കിടുമ്പോൾ ആ ദൈവവചനം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങളോട് പങ്കിടുവാൻ തക്കവണ്ണം പ്രിയ ദൈവമക്കളെ, നിങ്ങളും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കണം ഈ പന്തലിൻ കീഴെ ആയിരിക്കേണ്ടത്. ആ ഒരു ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കണം. ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കണം നാം ഈ ദൈവവചനം കേൾക്കുകയും ശ്രവിക്കുകയും മനനം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത്. ഈ ദൈവവചനം അതെൻ്റെ അനുഭവമായി തീരണം. എൻ്റെ ഇന്നത്തെ ജീവിതത്തിന്, നാളത്തെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിന്, എൻ്റെ ഇടവകയുടെ ജീവിതത്തിന്, എൻ്റെ സമൂഹത്തിൻ്റെ ജീവിതത്തിന്, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ആ ദൈവത്തോടു കൂടി ആയിരിക്കാൻ എന്നെ സഹായിക്കണം. അതിന് ഈ ദൈവവചനം ഇടയായിത്തീരണം.
ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രിയമക്കളെ, ദൈവവചനം അതെൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്രകാരം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി തീരേണ്ട ഈ ദൈവവചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കേതം. ലോകത്തിൻ്റെ സങ്കേതങ്ങളല്ല, ലോകമൊരുക്കുന്ന സങ്കേതങ്ങളല്ല, ലോകം തരുന്ന അഭയ കേന്ദ്രങ്ങളുമല്ല. എന്നാൽ അതിൽ നിന്നൊക്കെ ഉപരിയായി ഈ ദൈവവചനം എൻ്റെ സങ്കേതമാണ്. ഈ ദൈവവചനമാണ് എൻ്റെ അഭയസ്ഥാനം. ഈ ദൈവവചനത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിനോടുകൂടെ ഏറ്റവും ബന്ധിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ദൈവവചനത്തെ നാം മാറോട് ചേർക്കുന്നുവെങ്കിൽ സത്യം സത്യം ഈ ദൈവവചനം നിങ്ങളെയും ദൈവത്തോട് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സഫന്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളാണ്. മുഴുവൻ വായിക്കുന്നതിനിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഫന്യ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളിലേക്ക്. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനിയും നീ അനർത്ഥം കാണുകയില്ല. പ്രിയ ദൈവജനമേ, വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ആ വേദപുസ്തകം തുറന്ന് നിങ്ങളുടെ മുൻപിൽ തന്നെ ഉണ്ടായിരിക്കണം. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ് നാം ധ്യാനിക്കുവാനായിട്ടൊരുങ്ങുന്നത്. അതിൻ്റെ അവസാന വാക്യങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് പ്രവാചകൻ ഇപ്രകാരം ആരംഭിച്ചിരിക്കുന്നത്: യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലേക്ക് നിന്റെ വചനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ദൈവമേ, നിന്റെ മക്കൾ എന്നോടൊപ്പം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ അനുഭവമായി തീരുവാൻ സഹായിക്കണമേ. ദൈവമേ, നിന്റെ സാന്നിധ്യം ഈ പന്തലിൽ നീ നൽകുന്നതിനായി സ്തോത്രം. യേശുവേ സ്തോത്രം.
നിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടല്ലോ, അതിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഇവിടെയുണ്ടല്ലോ, അതിനായി സ്തോത്രം. ദൈവമേ, നിന്റെ നിറവ് ഞങ്ങൾ അനുഭവിക്കുവാൻ ഈ നിമിഷങ്ങളിൽ സഹായിക്കണമേ. ദൈവമേ, അടിയന്റെ ശബ്ദത്തോടൊപ്പം നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നിനക്കരുതാത്ത ഒരു വാക്കുകളും എൻ്റെ നാവിൽ നിന്നുയർന്നു വരരുത് കർത്താവേ. നിന്റെ ജനത്തിന് ആവശ്യമായ ദൂത് അത് നൽകുവാൻ അടിയനെ നീ സഹായിക്കണം. നിന്റെ കൃപയിൽ കാക്കണം. നിന്റെ വചനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. നിന്റെ കൃപയോടെ ഞങ്ങളെ നിലനിർത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. നൂറ്റി 28ാമത് മാരാമൺ കൺവെൻഷനിൽ മീഖാ പ്രവാചകനിൽ നിന്ന് സന്ദേശം നൽകുവാൻ സാധ്യമായതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഭാഗ്യസ്മരണീയനായ കാലം ചെയ്ത അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത ഈ മാരാമൺ കൺവെൻഷനിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം, മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താണ് അവൻ നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്? പ്രിയ ദൈവജനമേ, ദൈവജനത്തെ കുറിച്ച് ദൈവത്തിൻ്റെ പ്രതീക്ഷ ഇത് തന്നെയാണ്. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരരായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമാണ്. സഫന്യ പ്രവാചകന്റെ പുസ്തകം നാം ധ്യാനിക്കുമ്പോൾ ഈ ദൈവ ഉദ്ദേശം അതിൽ നിറവേറപ്പെടുന്നുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതും ആവശ്യമാണ്. സഫന്യ പ്രവാചകൻ ക്രിസ്തുവിന് ഏകദേശം 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച പ്രവാചകനാണ്. ദൈവജനത്തോട് ദൈവം നൽകിയ ദൂത് നിർഭയമായി പ്രസ്താവിച്ചവനാണ് സഫന്യാവ്. സഫന്യാവിൻ്റെ ജീവിത ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരനുഭവം, സഫന്യാവ് ഒരു രാജകുടുംബ അംഗമാണ്. അതായത് ആ ദേശത്തിലെ ഭരണക്രമത്തെ ആകമാനമായി ചുക്കാൻ പിടിക്കുന്ന,
രാജകുടുംബത്തിന്റെ അംഗമാണ് സെഫന്യാവ്. അപ്പോൾ ദൈവം ആരിൽ നിന്നൊക്കെയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നത്? വെറും കാട്ടത്തിപ്പഴം പിറക്കി നടന്ന ഇടയ ബാലനായ ആമോസിനെയും രാജകുടുംബാംഗമായിരിക്കുന്ന സെഫന്യാവിനെയും ഈ വലിയ നിയോഗത്തിന് നയിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സെഫന്യാവ് അവൻ്റെ ബാല്യവും അവൻ്റെ കൗമാരവും അവൻ്റെ യൗവനവും ആ രാജ്യത്തിലെ ദുരന്തങ്ങൾ കണ്ടു വളർന്ന അവൻ്റെ ബാല്യവും കൗമാരവും യൗവനവും വളരെയധികം ദുരന്തങ്ങൾക്ക് അവൻ സാക്ഷിയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നാണ് ദൈവം സെഫന്യാവിനെ ഈ വലിയ പ്രവാചക ശുശ്രൂഷയിലേക്ക് വിളിച്ചു വേർതിരിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സെഫന്യ പ്രവാചകന്റെ ആ പ്രവചനം 53 വാക്യങ്ങൾ മാത്രമുള്ള 3 അധ്യായങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രവാചക പുസ്തകമായി നിൽക്കുന്നു. എന്നാൽ അത് നൽകുന്ന സന്ദേശം ക്രിസ്തുവിന് 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൽകിയ സന്ദേശമാണെങ്കിൽ ആ സന്ദേശം ഇന്ന് 22-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾക്കും ബാധകമായി തീരുന്ന ഒന്നാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സെഫന്യാവ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ദൈവം ഒളിപ്പിച്ചു സംരക്ഷിച്ചു. അതാ അതിൻ്റെ അർത്ഥം. സെഫന്യാവ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ദൈവം ഒളിപ്പിച്ച് സംരക്ഷിച്ചു. അങ്ങനെ ഒരർത്ഥം വരണമെങ്കിൽ എന്തോ ആപൽക്കരമായ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലൂടെ, വളരെ സംഘർഷപൂരിതമായ ജീവിത അനുഭവത്തിന്റെ മധ്യത്തിലൂടെ തന്നെ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിത്വമാണ് സെഫന്യാവ്. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവം അവനെ ഒളിപ്പിച്ചു. വളരെ ആപൽക്കരമായ ജീവിത അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചവന്റെ ജീവിത അനുഭവങ്ങൾ ആരും സംരക്ഷിപ്പാനില്ലാത്തപ്പോൾ ദൈവം സംരക്ഷിച്ച പ്രവാചകനാണ് സെഫന്യാവ്. ഈ പ്രവാചക സന്ദേശം നാം വായിക്കുമ്പോൾ അന്ന് നിലനിന്ന അവൻ ജീവിച്ച ജീവിത സാഹചര്യങ്ങളുടെ അനുഭവങ്ങളെ ഓരോന്നോരോന്നായി ഓരോ വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ അനുഭവം ഇതാണ്: ഇടർച്ചകളും പിന്മാറ്റങ്ങളും നിലനിൽക്കുന്ന വ്യക്തികളും സമൂഹങ്ങളും.
ഇടർച്ചകളും പിന്മാറ്റങ്ങളും ദൈവ ഉദ്ദേശത്താൽ വിളിക്കപ്പെട്ട ദൈവജനം ഇടറിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, പിന്മാറിപ്പോകുന്ന ജീവിത അനുഭവങ്ങൾ ഒരു പള്ളി പെരുന്നാളിന് പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ പെരുന്നാൾ കാണുന്നതിനു വേണ്ടി ഒരു കൊച്ചു കുഞ്ഞ് യാത്ര ചെയ്യുകയാണ്. ചുറ്റുപാടുകളും അവൻ്റെ കണ്ണുകളെ ഭ്രമിപ്പിക്കുന്നതായ പല കാഴ്ചകളും അവൻ കണ്ടു. അവൻ്റെ കണ്ണുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവനായിരുന്നു പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചിരുന്നത്. ആ പൈതൽ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് കൈയെടുത്ത് തൻ്റെ കണ്ണുകൾക്ക് ആനന്ദദായകമേകിയ അനുഭവങ്ങളിലേക്ക് ഓടിപ്പോകുകയാണ്. ഇടർച്ചകൾ, പിന്മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ നയനങ്ങൾക്ക്, നമ്മുടെ മനസ്സുകൾക്ക്, നമ്മുടെ ഹൃദയങ്ങൾക്ക്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്താണോ സുഖം നൽകുന്നത്, എന്താണോ ഏറ്റവും ആകർഷകമായത്, അതിലേക്ക് വഴുതിപ്പോകുവാനുള്ള മനുഷ്യൻ്റെ സാധ്യത അത് വളരെയേറെയാണെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് താനായിരുന്ന സമൂഹത്തിൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇടർച്ചകളുള്ള മനുഷ്യ സമൂഹത്തെ സംഹരിക്കും, യഹോവയെ വിട്ട് പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. ഇടർച്ചകളും പിന്മാറ്റങ്ങളും ഉള്ള ഒരു സമൂഹത്തെയാണ് സെഫന്യാവ് ആദ്യമായി നമുക്ക് കാണിച്ചു തരുന്നത്. 2-ാമത്തെ അനുഭവം, താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ 2-ാമത്തെ അനുഭവം എന്താണ്? അത് 9-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. ആരെയാണ് ദൈവം സന്ദർശിക്കുവാൻ പോകുന്നത്? ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവർ. Those who fill their master's house with violence and fraud
സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവർ. അപ്പോൾ ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? സാഹസവും വഞ്ചനയും നിലനിൽക്കുന്നു. വയലൻസ് ആൻഡ് ഫ്രോഡ്. സാഹസവും വഞ്ചനയും നിലനിൽക്കുകയാണ്. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, വഞ്ചനയുടെ അനുഭവത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മുടെ മനസ്സുകളിൽ ഓടിയെത്തുന്നത് ഇസ്കറിയോത്ത് യൂദാവിനെയാണ്. കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവനാണ് ഇസ്കറിയോത്ത് യൂദാവ്. വഞ്ചനയുടെയും കപടതയുടെയും ചതിയുടെയും ഒക്കെ പര്യായമായി അവൻ മാറുകയാണ്. എന്താണ് ഇസ്കറിയോത്ത് യൂദാവിന് സംഭവിച്ചത്? കഴിഞ്ഞ 3.5 സംവത്സരമായി കർത്താവിനോടുകൂടെ സഞ്ചരിച്ചവനാണ്. കർത്താവിനോട് കൂടെ തീന്മേശകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചവനാണ്. ആ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞവനാണ്. പക്ഷേ അവന്റെ പരാജയം, അവൻ കർത്താവിനോട് കൂടെ ഇരുന്ന് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞു, രുചി അനുഭവിച്ചു. എന്നാൽ കർത്താവിന്റെ രുചി അറിയുവാൻ അവൻ പരാജയപ്പെട്ടുപോയി. അതാണ് ഇസ്കറിയോത്ത് യൂദാവിന്റെ ഒന്നാമത്തെ പരാജയം. ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞവൻ ഗുരുവിന്റെ രുചി അറിയുവാൻ അവന് സാധ്യമായില്ല. ഗുരുവിനോട് കൂടെ രാത്രികാലങ്ങളിൽ ഉറങ്ങിയവനാണ്. എന്നാൽ ഗുരു എന്തിനു വേണ്ടി ഉണർന്നിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ അവൻ പരാജയപ്പെട്ടു. ഗുരുവിനോട് കൂടെ ഉറങ്ങിയവൻ ഗുരു എന്തിനു വേണ്ടി ഉണർന്നിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ അവൻ പരാജയപ്പെട്ടു. അതുമാത്രമല്ല, ബെഥാന്യയിലെ ഭവനത്തിൽ യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ, ഒരു സൽക്കാരത്തിനിരിക്കുമ്പോൾ, ഒരു സ്ത്രീ വന്ന് ഒരു വലിയ ഭരണി പരിമള തൈലം പൊട്ടിച്ച് കർത്താവിൻ്റെ കാലിൽ ഒഴിച്ചു. അവളുടെ തലമുടി കൊണ്ട് അവൻ്റെ കാലുകൾ തുടച്ചു. ആ ഭവനം മുഴുവൻ സുഗന്ധപൂരിതമായി. അപ്പോൾ യൂദ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ യൂദ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ വെറും പാഴ്ചിലവെന്തിന്? ഇതിന്റെ മൂല്യം 300 വെള്ളിക്കാശാണെന്ന് അവൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിലുണ്ട്. മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് ഇസ്കറിയോത്ത് യൂദ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾ എനിക്കെന്ത് തരും? അപ്പോൾ അവർ പറഞ്ഞു, 30 വെള്ളിക്കാശ്.
അവൻ അതിന് എഗ്രി ചെയ്തു. ആ 30 വെള്ളിക്കാശിന് എഗ്രി ചെയ്തവന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 30 വെള്ളിക്കാശ് എണ്ണിക്കൊടുത്തുവെന്നല്ല, 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നും ഇന്നും പണം തൂക്കിക്കൊടുക്കുകയല്ല, എണ്ണിക്കൊടുക്കുകയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. കാരണം ആ വാക്കെഴുതുവാൻ ആ സുവിശേഷകനെ പ്രേരിപ്പിച്ചത് ദൈവാത്മാവ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം തൂക്കിക്കൊടുത്തത് കർത്താവിൻ്റെ മാംസത്തിന് വില പറഞ്ഞവനാണ്. മാംസമാണ് തൂക്കിക്കൊടുക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ആ സ്ത്രീ കൊണ്ടുവന്ന പരിമള തൈലത്തിന് അവൻ വിലയിട്ടത് 300 വെള്ളിക്കാശാണെങ്കിൽ തൻ്റെ ഗുരുവിന് അവൻ വിലയിട്ടത് 30 വെള്ളിക്കാശ്. അതായത് ഗുരുവിൻ്റെ മൂല്യം അവന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ കൊണ്ടുവന്ന പരിമള തൈലത്തിന് 300 വെള്ളിക്കാശും ലോകരക്ഷിതാവായ തൻ്റെ ഗുരുവിന് 30 വെള്ളിക്കാശും വിലയിട്ടവൻ എന്തു മനസാക്ഷിയാ! പ്രവാചകൻ പറയുകയാണ്, സഫന്യ പ്രവാചകൻ പറയുകയാണ്, The day of the Lord is near. ദൈവത്തിൻ്റെ ദിവസം അടുത്തിരിക്കുന്നു. സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ വീടുകളെ നിറയ്ക്കുന്നവർ അവരെ സന്ദർശിക്കും. തീർച്ച. വഞ്ചനയും കപടതയും വ്യാജവും പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നേർചിത്രമാണ് പ്രവാചകൻ ഇവിടെ പറയുന്നതെങ്കിൽ, ഇതിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമല്ലേ? മൂന്നാമതായി പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ, ദ ഡേ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ദിനം. എന്താ? ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉയരും. ഉറപ്പുള്ള പട്ടണങ്ങളും ഉയരമുള്ള കൊത്തളങ്ങളും പണിത് അതിൽ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ ജീവാനുഭവങ്ങളെ കുറിച്ച്, ദൈവ ഉദ്ദേശത്തോടെ ജീവിക്കേണ്ടവൻ, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കേണ്ടവൻ, അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ, വിളിക്കപ്പെട്ടവർ, അവരൊക്കെ സ്വയം സംരക്ഷണം രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ഉയരമുള്ള കൊത്തളങ്ങളും പണിതാലും, അതിൽ നിങ്ങൾ സുരക്ഷിതത്വം കണ്ടാലും, ആ സുരക്ഷിതത്വങ്ങളെയൊക്കെ പൊളിച്ചു തവിട് പൊടിയാക്കുന്ന കർത്താവിന്റെ ദിനത്തെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. If you don't have the security of the Almighty God, then what
whatever you create in your life for your own security, അതെല്ലാം തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ടാണ് ഉറപ്പുള്ള പട്ടണങ്ങളെക്കുറിച്ചും ഉയരമുള്ള കൊത്തളങ്ങളെക്കുറിച്ചും പ്രവാചകൻ സംസാരിക്കുന്നത്. കാരണം പ്രവാചകൻ അറിയാം, എൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, ദൈവം ഒളിപ്പിച്ച് സംരക്ഷിച്ചിരിക്കുന്നവൻ. ആ സംരക്ഷണമില്ലെങ്കിൽ പിന്നെ എന്താ? അതുകൊണ്ടാണ് സഫന്യാവ് പറഞ്ഞത്, ഉറപ്പുള്ള പട്ടണങ്ങളിലും ഉയരമുള്ള കൊത്തളങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി കരുതാം എന്ന് വിളിച്ചാൽ, ഈ അന്യായവും സാഹസവും വഞ്ചനയും കാപട്യവും കപടതയും ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ഉയർത്തുന്ന ഉറപ്പുള്ള പട്ടണങ്ങളും ഉയരമുള്ള കൊത്തളങ്ങളും ഒരു ദിവസം നാനാവിശേഷമായി തീരും എന്ന് പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഇനി നാലാമത്തെ അനുഭവത്തിലേക്ക് വരികയാണ്. 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിച്ചിരുന്ന ഉല്ലസിത നഗരം ഇത് തന്നെ. ദൈവത്തിൻ്റെ ദിനത്തെക്കുറിച്ച് പറയുക, ദ ഡേ ഓഫ് ദ ലോർഡ്. എന്താ സംഭവിക്കുവാൻ പോകുന്നത്? The rejoicing city that lived securely said in her heart, I am, and there is no one beside me. ഞാൻ എന്നുള്ള മനോഭാവം ഉൾക്കൊള്ളുന്നവർ ഞാനേയുള്ളൂ. സ്വാർത്ഥവും അഹന്തയും അഹംബോധങ്ങളും രൂപപ്പെടുത്തിയ മനസ്സുകൾ ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിച്ചിരുന്ന ഉല്ലസിത നഗരം 2024 ജനുവരി മാസം 9-ാം തീയതി സംഭവിച്ച ഒരു സംഭവം എൻ്റെ കാഴ്ചപ്പാടിൽ അതായിരുന്നു പുതിയ സംവത്സരത്തിലെ ഏറ്റവും കനത്ത, ഏറ്റവും ഭാരമേറിയ, മനസ്സുകൾക്ക് വേദനകൾ നൽകിയ ഒരു സംഭവമെന്ന് ഞാനത് കരുതുന്നു. നിങ്ങളും അതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. സൂചന സേത്ത് എന്ന 39-കാരിയായ സ്ത്രീ ഉയർന്ന വിദ്യാഭ്യാസം, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഫിസിക്സിൽ ഉയർന്ന ബിരുദാനന്തര ബിരുദം, രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംസ്കൃതത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കരസ്ഥമാക്കി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ സ്ത്രീ, ബാംഗ്ലൂരിൽ മൈൻഡ്ഫുൾ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിച്ചവൾ 2010 ഡോക്ടർ വെങ്കിട്ട രാമനുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. നീണ്ട സംവത്സരങ്ങളിലെ കുടുംബജീവിതത്തിൻ്റെ അനുഭവങ്ങൾ 2019 അവർക്ക് ഒരു കുഞ്ഞു പിറന്നു. വളരെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. എന്നാൽ 2020 ഡോക്ടർ വെങ്കിട്ടരാമനുമായി വിവാഹബന്ധം മാറ്റുന്നതിന് 2022 കേസ് കൊടുത്തു. കേസിൻ്റെ വിധി ജനുവരി മാസം ആദ്യ ആഴ്ചയിലാണ് വന്നത്. ആ വിധിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: 4 വയസ്സുള്ള ആ പൈതലിനെ പിതാവിന് വന്ന് കാണുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോടതി അനുവദിച്ചതാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ പിതാവിന് വന്ന് ആ പൈതലിനെ കാണുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് സംഭവിക്കുന്നത് ശനിയാഴ്ചയാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള ഇന്ത്യയിലെ കൽക്കട്ട യൂണിവേഴ്സിറ്റി, അവിടെ നിന്ന് ഫിസിക്സിൽ മാസ്റ്റേഴ്സ് ബിരുദം സമ്പാദിച്ചവൾ, രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംസ്കൃതത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കരസ്ഥമാക്കിയവൾ, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സമ്പാദിക്കുകയും അതേ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തവൾ, ബാംഗ്ലൂരിൽ സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൈൻഡ്ഫുൾ എന്ന നാമത്തോടുകൂടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചവൾ, ഞായറാഴ്ച ദിവസം ഡോക്ടർ വെങ്കിട്ടരാമൻ ഈ പൈതലിനെ കാണരുത്, അതിനുവേണ്ടി ഈ പൈതലിനെയും കൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഗോവയിലേക്ക് പോയി. അവിടെ ഒരു ഹോട്ടൽ മുറിയെടുത്തു. താൻ നൊന്തു പ്രസവിച്ച ആ പൈതലിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ ആ മൃതശരീരം ഒരു ബാഗിലൊതുക്കി ആ ഹോട്ടലിൽ നിന്ന് വീണ്ടും കർണാടകയിലേക്ക് പോകുക. ഹോട്ടൽ അധികാരികളോട് പറഞ്ഞു, ഒരു ടാക്സി വേണം. അപ്പോൾ ഹോട്ടൽ അധികാരികൾ പറഞ്ഞു, എന്തിനാ മാഡം, ഫ്ലൈറ്റിന് പോകുന്നതല്ലേ എളുപ്പം. അവർക്കറിയുമോ ഈ ബാഗിനുള്ളിൽ തൻ്റെ കുഞ്ഞിൻ്റെ ശരീരമാണെന്ന്? അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളൊരു കുഞ്ഞിനോടൊപ്പമാണല്ലോ ഈ ഹോട്ടലിലേക്ക് വന്നത്, കുഞ്ഞെവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതയുടെ ഭവനത്തിലാക്കിയിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ മത്സരത്തിൻ്റെ മനോഭാവം
എവിടെയാണ്? എന്തിനാ ഈ വിദ്യാഭ്യാസം? എന്തിനാ ഈ അറിവുകൾ നേടിയത്? താൻ നൊന്തു പ്രസവിച്ച ആ പൈതലിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച വെങ്കിട്രാമൻ വരുമ്പോൾ ആ കുഞ്ഞി ലോകത്തിലുണ്ടാകരുത്. എത്ര ക്രൂരമായി പോകുന്നു നമ്മുടെ ആളുകളുടെ മനസ്സുകൾ! എത്ര സ്വാർത്ഥമായി പോകുന്നു നമ്മളുടെ ആളുകളുടെ മനസ്സുകൾ! എത്ര സങ്കുചിതമായി പോകുന്നു! എന്തിനീ വിദ്യാഭ്യാസം? ഉന്നത സ്ഥാനമാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നതായ പ്രവർത്തനത്തിൻ്റെ അനുഭവം ഇത് സംഭവിച്ചത് ശനിയാഴ്ചയാണ്. അതായത് ഡോക്ടർ വെങ്കിട്രാമൻ വന്ന് ഈ കുഞ്ഞിനെ കാണുവാൻ കോടതി അനുവദിച്ച ആ ദിനത്തിന് തൊട്ട് മുൻപ് ശനിയാഴ്ച. ഇത്രയധികം ക്രൂരമായി പോയില്ലേ? ഇത്രയധികം സ്വാർത്ഥമായി പോകുന്നില്ലേ ജീവിതം? എന്തേ ഒരു തിരിച്ചറിവ്? ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകാത്തത്? നൊമ്പരപ്പെടുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അതാണ് കാണുവാൻ കഴിയുന്നത്. അധ്യായം 3 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മത്സരവും മലിനതയും പീഡിപ്പിക്കുന്നതായ നഗരത്തിന് അയ്യോ കഷ്ടം. Woe unto the oppressed city, who is rebellious and defiled. മത്സരവും മലിനതയും പീഡിപ്പിക്കുന്നതുമായ ഒരു നഗരം, അതിനയ്യോ കഷ്ടം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നതും ഇത് തന്നെയല്ലേ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഞാൻ മക്കളെ വളർത്തിയെന്നല്ല, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ വേദനയാണ് ആ വാക്യങ്ങളിലെല്ലാം നിഴലിച്ചിരിക്കുന്നത്. കാരണം മത്സരവും മലിനതയും പീഡനവും നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ അന്തരീക്ഷങ്ങളാണ് അവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ട് ആ സമൂഹം അങ്ങനെയായി? അതും ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, they did not listen to the voice of God. അവർ ദൈവ ശബ്ദം കേൾക്കുന്നില്ല. 2, they did not accept or receive the corrections in their life. നന്മയ്ക്കു വേണ്ടിയുള്ള പ്രബോധനം അവർ കൈക്കൊള്ളുന്നില്ല. 3, യഹോവയിൽ അവർ ആശ്രയിച്ചിട്ടില്ല. They did not trust in the Lord. 4, തൻ്റെ ദൈവത്തോട് അവർ അടുത്തു വന്നിരിക്കുന്നില്ല. They did not come near to God. 4 കാര്യങ്ങളും അവിടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ മത്സരികളായത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം മലിനതയുള്ളതായി തീർന്നത്? എന്തുകൊണ്ടാണ് അവർ പീഡിപ്പിക്കുന്നവരായി തീർന്നത്?
They did not listen to the voice of God. ദൈവ ശബ്ദം കേട്ടിട്ടില്ല. നന്മയ്ക്കു വേണ്ടിയുള്ള പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല. They did not accept the corrections in their life. യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല. They did not trust in the Lord. 4, തൻ്റെ ദൈവത്തോട് അടുത്ത് വന്നിട്ടുമില്ല. They did not come closer to God. പ്രിയ ദൈവജനമേ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ, ഇത് സഫന്യാവിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് മുൻപ് 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ചതാണെന്ന് മാത്രം പറയരുത്. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിത അനുഭവങ്ങളിൽ നിലനിൽക്കുന്നതാണ്. മത്സരവും മലിനതയും പീഡനവും ഉൾക്കൊള്ളുന്ന സമൂഹം. പ്രിയ ദൈവജനമേ, ഇതിലേക്കൊരു തിരിച്ചുവരവ് ആവശ്യമില്ലേ? ഞാൻ വേഗം പോകുകയാണ്. വീണ്ടും അവിടെ അന്ന് നിലനിന്ന സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? പ്രഭുക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, ന്യായാധിപന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, പുരോഹിതന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒറ്റ വാക്യത്തിൽ ആ ഭാഗങ്ങളെല്ലാം അങ്ങ് നിർത്താൻ ശ്രമിക്കുകയാണ്. കാരണം സമയം നമുക്ക് കുറവാണ്. സ്നേഹത്തോടും കരുണയോടും കൂടെ ജനത്തിൻ്റെ വേദനകളെ അകറ്റേണ്ടവർ പ്രഭുക്കന്മാർ. സമ്പന്നതയുള്ളവരെ സൂചിപ്പിക്കുന്ന ഒരു വാചകമല്ല പ്രഭുക്കന്മാർ. ഹൗസ് ഓഫ് ലോർഡ്സ്, അധികാരികളാണവർ. അവർ സ്നേഹത്തോടും കരുണയോടും കൂടെ തൻ്റെ ജനത്തിൻ്റെ വേദനകളെ അകറ്റേണ്ടവരാണ്. അവരത് ചെയ്യുന്നില്ല. They become the roaring lions. ഗർജിക്കുന്ന സിംഹങ്ങളായി തീരുകയാണ്. സമാധാനവും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെടുത്തുന്നവരായിത്തീരുന്നു. ന്യായാധിപന്മാർ നീതി നിഷേധിക്കപ്പെടുന്നവനെയും ബലഹീനനെയും ചേർത്ത് പിടിക്കേണ്ടവരാണ്. അവർക്ക് വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കേണ്ടവരാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ ന്യായാധിപന്മാർ വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ. അവർ പ്രഭാതകാലത്തെ കൊന്നും ശേഷിപ്പിക്കുന്നില്ല. Her judges are evening wolves that leaves nothing till morning. ഒന്നും അവശേഷിപ്പിക്കുന്നില്ല. പ്രവാചകന്മാർ ദൈവിക സന്ദേശം അതാത് സമയങ്ങളിൽ അതാത് കാലങ്ങളിൽ ദൈവജനത്തിന് കൊടുത്ത് അവരെ നേരായ പാതയിൽ സഞ്ചരിപ്പിക്കേണ്ടവരാണ്. പക്ഷേ ഇപ്പോൾ the prophets are prophesying according to the whims and fancies of the people, as if it is from God. Thereby they are deceiving the word of God, and they are deceiving the God himself. അതുകൊണ്ടാണ് 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: പ്രവാചകന്മാർ അവരുടെ ജീവിതം ലഘുത്വമുള്ളതാക്കി തീർത്തിരിക്കുന്നു, അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നു. പുരോഹിതന്മാർ ദൈവജനത്തെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നടത്തേണ്ടവരാണ്. എന്നാൽ ആ പുരോഹിതന്മാർ ദൈവജനത്തെ അവിശുദ്ധമാക്കുന്ന അനുഭവങ്ങൾ. അതിലെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. എന്താണ് ഒരു പുരോഹിതന്റെ ശുശ്രൂഷ?
A priest is called and he is assigned to be the watchman, to protect his own life and the life of the people who are entrusted with him. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ ജനത്തിനു വേണ്ടി കാവൽ നിൽക്കേണ്ടവനാണ്. ആ ജനത്തെ കാത്തു സംരക്ഷിക്കേണ്ടവനാണ്. ഒരു വാച്ച്മാൻ കാവൽക്കാരനാണ്. അവൻ്റെ തന്നെ ജീവിതത്തിന്, അവനെ ഏൽപ്പിക്കുന്ന ജീവസമൂഹത്തിന് ഒരു കാവൽക്കാരനായി നിൽക്കേണ്ടവനാണ്. പക്ഷെ ഇവിടെ പറയുന്നു, അതിലെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. This is the pathetic situation. ഇവിടെയാണ് പ്രവാചകൻ ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തൻ്റെ ജനത്തെ ആഹ്വാനം ചെയ്യുന്നത്. പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നത് ആ വാക്യങ്ങളിലേക്കാണ് ഇനിയും നമ്മൾ പ്രവേശിക്കുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യം, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി അനർത്ഥം കാണുകയില്ല. ദൈവജനത്തോട് ഒരു ശേഷിപ്പുണ്ട്. എല്ലാം തകർന്നു പോകുന്ന അനുഭവമല്ല. ഇത്രയധികം അനീതികളും അക്രമങ്ങളും പ്രയാസങ്ങളും മത്സരങ്ങളും സ്വാർത്ഥതകളും അഹന്തകളും അഹംബോധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ദൈവം ഒരു ശേഷിപ്പിനെ രൂപപ്പെടുത്തുകയാണ്. ആ ശേഷിപ്പിന് കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണിത്. Who is our God? നമ്മുടെ ദൈവം ആരാണ്? അവിടെയാണ് പ്രവാചകൻ പറയുവാൻ ശ്രമിക്കുന്നത്, our God is in the midst of all atrocities of my life. ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും എൻ്റെ ദൈവം അതിൻ്റെ മധ്യേ ഉണ്ടെന്ന് നാം വിശ്വസിക്കുമെങ്കിൽ, പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യാശയുണ്ട്. ദൈവത്തോടു കൂടിയുള്ള ഒരു പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Our God is in the midst of all atrocities of my life. Don't be discouraged. Don't be disappointed. Don't be frustrated. Don't be frightened. Don't be dismayed. God is present and He is in control of our life. അതാണ് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന ഒരു പ്രത്യേക സന്ദേശം. അതാണ് ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്ദേശം നൽകുന്നത്. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. 46-ാം സങ്കീർത്തനം കോരേഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ജീവിതത്തിൻ്റെ കഷ്ടതകൾ അനുഭവിച്ച, ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ച, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയ കോരേഹ് പുത്രന്മാർ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. 46-ാം സങ്കീർത്തനത്തിൽ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. തീർന്നില്ല കേട്ടോ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇലച്ചു കലങ്ങിയാലും,
അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല, നാം കുലുങ്ങിപ്പോകുകയില്ല. നോക്കിക്കേ, എന്തൊക്കെയാ അവിടെ പറയുന്നത്? ഭൂമി മാറിപ്പോകുക, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴുക, അതിലെ കോപം കൊണ്ട് വെള്ളം ഇരച്ച് ഉയരുക, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങുക. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ദൈവമക്കൾ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. ബിക്കോസ് ഹി ഈസ് ഇൻ ദ മിഡ്സ്റ്റ്. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല എന്നാണ് കോരേഹ് പുത്രന്മാർ പറയുന്നത്. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദിസ് ഈസ് ദ മെസ്സേജ്. 129 മാരാമൺ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ദൈവജനമേ, ഇതാണ് നിങ്ങൾക്ക് നൽകുവാനുള്ള ദൂത്. God is in the midst of all the atrocities of my life. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ട്, എന്തെല്ലാം ഭാരങ്ങളുണ്ട്, എന്തെല്ലാം നൊമ്പരങ്ങളുണ്ട്. ഞാൻ പറയുക, ഇന്ന് ഈ പന്തലിന് കീഴിൽ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങളുടെ ഹൃദയം നൊമ്പരപ്പെടുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിതം ദുഃഖാത്മകമാകുന്നില്ലേ? നിങ്ങളുടെ ജീവിതം നിരാശിതമാകുന്നില്ലേ? രോഗാതുരമാകുന്നില്ലേ? എത്ര വേദനയോടെയാണ് ഇന്ന് നിങ്ങൾ ഈ പന്തലിന് കീഴിൽ ഇരിക്കുന്നത്? ഇവിടെയാണ് ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, പ്രവാചകൻ പറയുന്നത്, God is in the midst of all your life experiences. എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. God is in the midst of all the atrocities of my life. രണ്ടാമത് ഈ പ്രവാചകൻ പറയുവാൻ ശ്രമിക്കുന്നത്, എൻ്റെ ദൈവം, അതിൻ്റെ 17ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. പ്രിയ ദൈവജനമേ, സവന്യാവ് പറയുവാൻ ശ്രമിക്കുന്നത് ഇതാണ്: My God is the God of liberator. My God is the God of redeemer. My God is the God of savior. എന്നെ വിടുവിക്കുന്നവനാണ്, എന്നെ വീണ്ടെടുക്കുന്നവനാണ്, എന്നെ രക്ഷിക്കുന്നവനാണ്. അതാ ഈ പ്രവാചകൻ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം എത്ര സുന്ദരമായൊരു പുസ്തകമാണ്. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഒരനുഭവമാണ് യോബിൻ്റേത്. തൻ്റെ ഭൗതിക സമ്പത്തുകളെല്ലാം നഷ്ടമായി. തൻ്റെ മക്കൾ 10 പേരും നഷ്ടമായി. സ്വന്തം ഭാര്യ വന്നു പറഞ്ഞു. അതുമാത്രമല്ലല്ലോ, അവൻ്റെ ശരീരം ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ, അല്ലെങ്കിൽ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ പരുക്കളാൽ, വ്രണങ്ങളാൽ നിറഞ്ഞു. അത് സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോഴാണ്
അവൻ ചാരക്കൂമ്പാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷ്ണമെടുത്ത് അത് ചുരുണ്ടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥ. അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, കേസ് ഗോഡ് ആൻഡ് ഡൈ. നീ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ അങ്ങ് ചത്തോ, മരിച്ചോ, അതാ നല്ലത്. കേസ് ഗോഡ് ആൻഡ് ഡൈ. അതുമാത്രമല്ല, അവൻ്റെ ഈ അവസ്ഥയിൽ 3 സ്നേഹിതന്മാർ അവനെ കാണുവാൻ വരുന്നുണ്ട്. അവനെ ദൂരത്ത് നിന്ന് തന്നെ അവർ കണ്ടു. പക്ഷേ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അത്ര വിരൂപമായിപ്പോയി അവൻ്റെ ജീവിത അനുഭവങ്ങൾ. അത്ര വിരൂപമായിരിക്കുന്നു. അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ 3 സ്നേഹിതന്മാർ അവൻ്റെ അടുക്കലെത്തി. പക്ഷേ അവനോടൊന്ന് സംസാരിക്കാൻ ആരംഭിച്ചത് 7 ദിവസം കഴിഞ്ഞ. അതായത് അവൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ അത്ര ആഴമേറിയതായിരുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് 7 ദിവസം അവനോട് കൂടെ ഇരുന്നതിന് ശേഷമാണ് ഒന്ന് സംസാരിപ്പാൻ ആരംഭിച്ചത്. സംസാരിപ്പാൻ ആരംഭിച്ചപ്പോൾ അവരും ഇയ്യോബിൽ ഒരു കുറ്റം കണ്ടെത്തി. നീ ഞങ്ങളുടെ മുൻപിൽ വിശുദ്ധനായിരിക്കാം, പക്ഷേ നിൻ്റെ ജീവിതത്തിൽ രഹസ്യ പാപങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ നിന്നോട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒന്നുകൂടി വേദനിക്കാനുണ്ടോ? എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സ്നേഹിതരുടെ ആ സാന്നിധ്യം. 19-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്: My Redeemer is still liveth. എൻ്റെ രക്ഷകൻ ഇന്നും ജീവിക്കുന്നു. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും, അന്യൻ്റെ കണ്ണുകൊണ്ടല്ല. My Redeemer is still liveth. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും, അന്യൻ്റെ കണ്ണുകൊണ്ടല്ല. ദേഹരഹിതനായി തീർന്നാലും ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. എത്ര പ്രത്യാശയാ പ്രിയ ദൈവമക്കളെ! നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പ്രത്യാശയോടുകൂടെ ഈ മാരാമൺ കൺവെൻഷനിൽ നിന്ന് പോകുവാൻ കഴിയുമോ? എന്നെ രക്ഷിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന, എന്നെ വിടുവിക്കുന്ന ദൈവം ജീവിക്കുന്നു. മൈ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ലിബറേറ്റർ, റിഡീമർ ആൻഡ് സേവിയർ. ഞാൻ പറയും, ഞാൻ ഇന്ന് ഈ മാരാമൺ കൺവെൻഷന്റെ ഈ വേദിയിൽ നിൽക്കുന്നത് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഈ മാരാമൺ കൺവെൻഷനിൽ നിന്ന് തിരികെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. My Redeemer is still liveth. ജീവിതത്തിന്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, രോഗങ്ങൾ തീവ്രമായിരിക്കട്ടെ, അതിൻ്റെ ഒക്കെ മധ്യത്തിൽ ദുഃഖങ്ങൾ എത്ര ആഴമുള്ളതായിരിക്കട്ടെ, വേദനകൾ എത്ര ആഴമുള്ളതായിരിക്കട്ടെ, അതിൻ്റെ മധ്യത്തിൽ എന്നെ വിടുവിക്കുന്ന, എന്നെ രക്ഷിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. My God is the Redeemer. My God is the Liberator. My God is the Savior. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറയുവാനായിട്ടുള്ളത്, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്ന ചോദ്യമാ, ദൈവമേ നീ എവിടെയാ? ഞാൻ വേദനിക്കുന്ന ഈ വേദനകളുടെ മധ്യത്തിൽ നീ എവിടെയാ? എത്ര ആഴമായ ഒരു ചോദ്യമാത്. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നല്ലോ, ഞാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നല്ലോ, എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇവിടെ ദൈവം പറയുന്നു, മക്കളെ നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ വാക്കാത്, എൻ്റെ വാക്കല്ല. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു.
നിങ്ങൾ ആ കാൽവറി ക്രൂശിലേക്കൊന്ന് നോക്ക്. ആ കാൽവറി ക്രൂശിൽ മുൾക്കിരീടം അണിയപ്പെട്ടവൻ, അതവൻ്റെ ശിരസിലേക്ക് ആഴ്ത്തി അടിച്ചിറക്കിയ ആ പട്ടാള ഉദ്യോഗസ്ഥ, അവൻ്റെ കൈകൾ, അവൻ്റെ കാലുകൾ ആ മരക്കുരിശോട് ആഴ്ത്തിയിറക്കിയിരിക്കുകയാണ്. ആ മരക്കുരിശോട് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്, അടിച്ചിറക്കിയിരിക്കുകയാണ്. രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകല വേദനകളും ആ കർത്താവിൽ രൂപപ്പെടുകയാണ്. അവിടെയാണ് കർത്താവ് നിലവിളിച്ചത്. ആ ക്രൂശിൽ അവൻ നിലവിളിച്ചു. ഞാനും നിങ്ങളും മാത്രമല്ല നിലവിളിച്ചത്, എൻ്റെ രക്ഷകനായ കർത്താവ് നിലവിളിച്ചു. ഈ ലോകത്തിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിലവിളിയാണത്. ഏലി 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 ലോമോ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഒരു ഉത്തരവും കിട്ടിയില്ല. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് that was the grave silence of Father. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. പക്ഷേ ആ മിണ്ടാതിരുന്ന ദൈവം പുത്രനായ ക്രിസ്തുവിനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇതാണ് വിശ്വാസിയുടെ ഒരു വലിയ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്ന് പറയുന്നത്. അവസാന നിമിഷം വരെയും എൻ്റെ കൂടെ ഇരിക്കാമെന്ന് അവൻ വാഗ്ദത്തം തന്നവനാ. എങ്കിൽ അവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ വാഗ്ദത്തം തന്നവനാ. ഇനി അടുത്ത ഭാഗത്തുകൂടി കയറി പ്രവേശിക്കട്ടെ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, My God is the God of protection. He protects me. He strengtheneth me. He encourages me. He empowers me and makes my life more meaningful. എൻ്റെ ജീവിതത്തിന് സംരക്ഷണം നൽകുന്നവൻ, എൻ്റെ ജീവിതത്തെ ശക്തീകരിക്കുന്നവൻ, എൻ്റെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, എൻ്റെ ജീവിതത്തെ ശക്തീകരിക്കുന്നവൻ, എൻ്റെ ജീവിതത്തിനൊരർത്ഥം തരുന്നവൻ, ആൻഡ് മേക്സ് മൈ ലൈഫ് മോർ മീനിങ്ഫുൾ. സങ്കീർത്തനം 27 അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ ജീവന്റെ ബലം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഭയപ്പെടുക, പേടിച്ചു പോകുക, ഇത് രണ്ടിനും നമ്മൾ ഓരോ ദിനങ്ങളിലും കടന്നു പോകുന്ന വ്യക്തികളാണ്, കുടുംബങ്ങളാണ്. അവിടെയാണ് ദാവീദ് പറയുന്നത്, ചുറ്റുപാടുകളെല്ലാം പേടിപ്പെടുത്തുന്നതാ, ചുറ്റുപാടുകളെല്ലാം ഭയപ്പെടുത്തുന്നതാ. ശൗൽ രാജാവ് തൻ്റെ ജീവിതത്തെ ഇല്ലാതെയാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അത് കഴിഞ്ഞ് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ശക്തീകരിച്ചിട്ടുള്ളത്: അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. കണ്ടോ, അവിടെ പറയുവാൻ ശ്രമിക്കുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്നെ അവൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിങ്കൽ നിന്നെ മറയ്ക്കും, പിന്റെ പാറമേൽ ഞാൻ നിന്നെ ഉയർത്തും. എന്തൊരു സംരക്ഷണമായി! ഇതിൽ കൂടുതൽ സംരക്ഷണം നമുക്ക് വേണോ? ഇതിൽ കൂടുതൽ പ്രോത്സാഹനം നമുക്ക് വേണോ? ഇതിൽ കൂടുതൽ ശക്തീകരണം നമുക്ക് വേണോ? ദാവീദാ പറയുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിങ്കൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അങ്ങനെ
ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്നും വിശ്വാസ സമൂഹത്തെ ഇന്ന് എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുന്നുവെങ്കിൽ, ഈ ദൈവം വാക്കുമാറാത്തവനാണ്, ഈ ദൈവം വാക്കുമാറാത്തവനാണ്, ഈ ദൈവം ഉപേക്ഷിക്കാത്തവനാണ്. അവൻ നമ്മുടെ സംരക്ഷണമാണ്. അവസാനമായി പറഞ്ഞു നിർത്തട്ടെ. My God is the God who turns the tragedy of death into celebration of life. അതിൻ്റെ 18ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതാണ് അവിടെ ദൃശ്യമായിരിക്കുന്നത്. My God is the God who turns the tragedy of death into celebration of life. അവിടെ ആ 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. ആരെയാ ഞാൻ ചേർത്തുകൊള്ളുവാൻ പോകുന്നത്? സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവർ. സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവർ. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരികെ തരുന്ന കർത്താവ്, ഒറ്റപ്പെടലുകളിൽ നിന്നും കൂട്ടായ്മയിലേക്ക് നമ്മളെ നയിക്കുന്ന കർത്താവ്, ഭയത്തിൽ നിന്നും ധൈര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കർത്താവ്, ശൂന്യതകളിൽ നിന്നും നിറവിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന കർത്താവ്. അതാ ഈ വാക്യത്തിൽ പറയുന്നത്: ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. ലജ്ജയും അപമാനവും നിന്ദനവും പരിഹാസവും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നാരൊക്കെ ആ ജീവിത അനുഭവത്തിൽ ഇവിടെയുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ പ്രവാചകൻ പറയുന്നത്. സഫന്യ പ്രവാചകൻ പറയുന്നത്: ലജ്ജാഭാരം വഹിച്ചവളായി നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. My God is the God who turns the tragedy of death into celebration of life. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, പിതാവിൽ നിന്ന് അന്യപ്പെട്ടു പോയ മകൻ പിതാവിൻ്റെ സ്വത്തെല്ലാം സ്വരൂപിച്ച് എല്ലാം നാനാവിധമാക്കി കളഞ്ഞു. അവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങൾ, ദുരിതാനുഭവങ്ങൾ, അവൻ പോയ ദേശത്തും ക്ഷാമം, വിശപ്പടക്കാനൊന്നുമില്ല. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ആരും അവൻ അതുപോലും കൊടുത്തില്ല. അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക ഭൃത്യന്മാർ ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്നല്ലോ, ഞാൻ തിരികെ പോകും. എനിക്കെൻ്റെ ഭവനത്തിലേക്ക് പോകണം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകണം. അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ, പിതാവിനെ കാണുമ്പോൾ പറയേണ്ട വാക്കുകൾ അവൻ്റെ മനസ്സിൽ സ്വരൂപിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു: പിതാവേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. നിൻ്റെ മകനെന്ന പേരിന് യോഗ്യനല്ല. ഒരു ഭൃത്യനെ പോലെ എന്നെ കൈക്കൊള്ളണം. അതാണ് അവൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയ വാക്കുകൾ. ആ തീരുമാനത്തോടുകൂടെ ആ മകൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. പക്ഷേ സംഭവിച്ചതോ, പിതാവ് അവൻ വരുന്നത് ദൂരത്ത് നിന്ന് തന്നെ കണ്ടു. പിതാവ് അവൻ വരുന്നത് ദൂരത്ത് നിന്ന് കണ്ടു. പിതാവ് ഓടി അവൻ്റെ അടുക്കലേക്ക് ചെന്നു. അവൻ്റെ മനസ്സിൽ സ്വരൂപിച്ച വാക്കുകളൊന്നും പറയുന്നതിന് മുൻപേ അൺകണ്ടീഷണലായി ആ പിതാവ് അവനെ മാറോട് ചേർത്തു, അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു, പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. എന്നിട്ട് ഭൃത്യന്മാർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്: ഇവന് മേൽത്തരമായ അങ്കി ധരിപ്പിക്കുക, അവൻ്റെ കയ്യിൽ മോതിരം അണിയിപ്പിക്കുക, അവൻ്റെ കാലിൽ ഒരു ചെരുപ്പ് അണിയിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു,
അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഈ എൻ്റെ മകൻ കാണാതെ പോയവനായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. തടിപ്പിച്ച കാളക്കുട്ടികളെ അറക്കുക, ഭക്ഷണം തയ്യാറാക്കുക, ഒരുമിച്ച് ആനന്ദിക്കുക. ഞാൻ പറഞ്ഞു, our God is the God who turns the tragedy of death into celebration of life. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. ഈ എൻ്റെ മകൻ കാണാതെ പോയവനായിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. എ ഗ്രേറ്റ് സെലിബ്രേഷൻ, ഒരു വലിയ ആനന്ദമാണ്, ഒരു വലിയ ആഘോഷമാണ്. പ്രിയ ദൈവജനമേ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുക. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഭവനങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ പ്രവാചകൻ നൽകിയ ആ സമൂഹത്തിൻ്റെ ചിത്രം, നേർചിത്രം തന്നെയാണ് ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ഒരു പുതുമയുണ്ട്, പുതുക്കമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകം 17-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവന് ഉഷ്ണം തട്ടത്തില്ലെന്ന് പറഞ്ഞില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവന് വരൾച്ച ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ല. എന്നാൽ ഉഷ്ണം തട്ടുമ്പോൾ, വരൾച്ചയുണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായി ഉഷ്ണം തട്ടുമ്പോൾ ആ ഇലകൾ കരിഞ്ഞു പോകേണ്ടതാണ്, വാടിക്കരിഞ്ഞു പോകേണ്ടതാണ്. പ്രവാചകൻ പറയുന്നു, ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ബലം കായ്ച്ചു കൊണ്ടിരിക്കും. പ്രിയ ദൈവജനമേ, ഈ അനുഗ്രഹീതമായ ദൈവവചനവുമായി നമുക്ക് മുൻപോട്ട് പോകാം. Our God is a God who is in the midst of all our atrocities. Our God is the God of liberator, redeemer, and savior of my life. And God is the God of protection. He protect me, He strengtheneth me, He encourage me, He empower me, and He makes my life more meaningful. Our God is the God who turns the tragedy of death into the celebration of life. നമ്മുടെ ജീവിതം ആഘോഷമാക്കി തീർക്കാം എൻ്റെ ദൈവത്തോടു കൂടെ. പ്രിയ ദൈവജനമേ, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. നാം കേട്ട ദൈവവചനത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമേ, സെഫന്യാ പ്രവാചകൻ പറഞ്ഞതൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണല്ലോ. ഇടർച്ചകളും പിന്മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിനുണ്ട്. സാഹസവും വഞ്ചനയും കപടതയും എല്ലാം എൻ്റെ ജീവിതത്തിനുണ്ട്. ഞാനേ ഉള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന ആ ഒരു മനസ്സ്, അഹന്തകളും അഹംബോധങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. മത്സരവും മലിനതയും പീഡനവും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവമേ, ഞാൻ ജീവിക്കുന്ന സമൂഹം, അതിൻ്റെ ഭരണകർത്താക്കൾ, അതിൻ്റെ ന്യായാധിപന്മാർ, അതിൻ്റെ പ്രവാചകന്മാർ, അതിലെ പുരോഹിതന്മാർ, ദൈവമേ, അവരുടെ ഉത്തരവാദിത്തങ്ങളെ ലഘുവായി കാണുകയും അവിശ്വസ്തരായി തീരുകയും ചെയ്യുന്ന അനുഭവമുണ്ടല്ലോ. ഇതിൻ്റെ മധ്യത്തിൽ ദൈവമേ, ഞാൻ പേടിച്ചു പോകുകയല്ല, അന്താളിച്ചു പോവുകയല്ല, ഞാനിനി എന്തു ചെയ്യും എന്ന് വിലപിക്കുകയുമല്ല. എനിക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട്. എൻ്റെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും.
എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ജീവിക്കുന്നു, എൻ്റെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ കർത്താവ്, അവൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അവൻ മധ്യത്തിൽ നിൽക്കുന്നവനാണ്. അവൻ നടുവിൽ നിൽക്കുന്നവനാണ്. ഞാൻ പാർശ്വങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവനാണ് നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ ഭാരങ്ങളെ വഹിക്കുന്നവൻ. അവനാണ് എൻ്റെ ഭാരങ്ങളെ വഹിക്കുന്നവൻ. പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ. അവനാണ് എൻ്റെ ഭാരങ്ങളെ വഹിക്കുന്നവൻ. ആ ഭാരങ്ങളെ വഹിക്കുന്ന ആ എൻ്റെ കർത്താവിങ്കിലേക്ക് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇട്ടുകൊള്ളുക. Our God is the liberator, redeemer, savior. അവനാണ് എന്നെ വിടുവിക്കുന്നവൻ, അവനാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ, അവനാണ് എന്നെ രക്ഷിക്കുന്നവൻ. My God is the God of protection. ആരും ഈ ലോകത്തിൽ എനിക്ക് കൂട്ടില്ലെങ്കിലും, ആരും എനിക്ക് ഈ ലോകത്തിൽ സംരക്ഷണം തരാനില്ലെങ്കിലും, ഇതാ സഫന്യാവിനെ പോലെ ദൈവം ഒളിപ്പിച്ച് സംരക്ഷിച്ചു. അതേ, ദൈവം ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നു. He is the protection. He is the protection of my life. And He encourages, He empowers, He strengtheneth my life. എൻ്റെ ജീവിതത്തെ അവൻ ശക്തീകരിക്കും, എൻ്റെ ജീവിതത്തെ അവൻ ബലപ്പെടുത്തും, എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. Our God is the God who turned the tragedy of death into the celebration of life. എൻ്റെ ജീവിതത്തിൻ്റെ മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് അവൻ എൻ്റെ ആഘോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നവനാണ്. എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ ഈ പാട്ട് പാടുന്ന അവസരത്തിൽ ജീവിതത്തിൽ ഈ ദൈവവചനത്തോട് സമർപ്പിക്കുന്നവർക്ക് എല്ലാവരും എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പാട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അറിയിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അറിയിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. അർഹിക്കാത്ത നന്മകൾ, യാചിക്കാത്ത നന്മകൾ നീ നൽകിയിരിക്കുന്നു. ദൈവമേ സ്തോത്രം. ഇന്നയോളം എന്നെ നടത്തി എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുകഴ്ത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും എന്നും
എന്റെ യേശു ഒരു നാളും അവൻ കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും അവൻ മറക്കുകയില്ല. എന്റെ യേശു വിശ്വസ്തൻ. ആരെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയാലും അവൻ എന്റെ വിശ്വസ്തനാണ്. അവൻ എത്ര നല്ലവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.